അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു നാമം. ഈ ഇസ്മിനെ 3844 തവണ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ഒരു ഹലാലായ മുറാദിനെ കൊണ്ടുവന്ന് ഇതിനെ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച് ചൊല്ലി പൂർത്തീകരിച്ചാൽ അള്ളാഹു അവന്റെ ഏതു മുറാദുകളും പൂർത്തീകരിച്ചു കൊടുക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ മുറാദുകൾ ഹലാലായിരിക്കണം എന്ന ഉപാധി മാത്രമേ ഉള്ളൂ. അനുവദിക്കപ്പെട്ട ഏത് ഉദ്ദേശങ്ങൾ വെച്ചു ചൊല്ലാം. നമ്മുടെ മക്കൾക്ക് ജോലിയാകാൻ വേണ്ടിയിട്ട്, നമുക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ട്, മകൾക്ക് നല്ലൊരു ഇണ ലഭിക്കാൻ വേണ്ടിയിട്ട്, കടങ്ങൾ വീടാൻ വേണ്ടിയിട്ട്, വീടുകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ മുറാദുകൾ അനുവദിക്കപ്പെട്ട എന്തുണ്ടോ, എന്താണോ ഹലാലായ മുറാദായിട്ട് മനസ്സിൽ കൊണ്ടുവരുന്നത്, അത് കരുതിയിട്ട് ദുആ ചെയ്താൽ അല്ലാഹു അത് പൂർത്തീകരിക്കാൻ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്തും വലിയ രക്ഷയും അഭിവൃദ്ധിയും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ നേരിട്ട് കാണാനുള്ള അവസരം ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല, ഉള്ളത് ചൊവ്വാഴ്ചകളാണ്. ഏത് ചൊവ്വാഴ്ചകളാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റഗ്രാമിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ആയിട്ട് നമ്മൾ അതത് ചൊവ്വാഴ്ചകളിൽ ഉണ്ടെങ്കിൽ അറിയിക്കും. അങ്ങനെ ഉള്ള ചൊവ്വാഴ്ചകളിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വരാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്ക് ശേഷമാണ്. അങ്ങനെ ഞായറാഴ്ച 10 മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുക. അള്ളാഹു നമുക്ക് വലിയ രക്ഷയും സലാമത്തൊക്കെ നൽകട്ടെ. ഖൈറിലേക്ക് അള്ളാഹു നമ്മെ അടുപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുകൾ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ അതൊക്കെ എഴുതിയെടുത്ത് കൃത്യമായി അവരവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും പ്രത്യേകം തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇസ്മുകളൊക്കെ ഉപയോഗപ്പെടുത്താറുമുണ്ട്. അങ്ങനെ അസ്മാഉൽ ഹുസ്നയുടെ കാരണമായിട്ട് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിച്ച ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാഉൽ ഹുസ്ന ജീവിതത്തിലേക്ക് മുറുകെ പിടിക്കുക. അത് അള്ളാഹുവിന്റെ 99 നാമങ്ങൾ പവിത്രവും പരിപാവനവുമായ നാമങ്ങളാണ്. ആ നാമങ്ങൾ നാം വിളിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്. നമ്മൾ യാ എന്ന് കൂട്ടിയിട്ട് വിളിക്കുന്നത്. നമ്മളിപ്പോ റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണെങ്കിൽ, അർ-റഹ്മാൻ എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണെങ്കിൽ, യാ റഹ്മാനു യാ അല്ലാഹ് എന്ന് വിളിക്കുന്നത്. അപ്പൊ യാ റഹ്മാൻ എന്നുള്ളത് ഒരു 100 തവണ വിളിക്കുമ്പോൾ 100 തവണ അള്ളാഹുവിനോട് നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യണം. അപ്പൊ നമ്മുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, ഇപ്പൊ കടവുമായി ബന്ധപ്പെട്ട, വീടുമായി ബന്ധപ്പെട്ട ഇങ്ങനത്തെ ചില ഇസ്മുകളൊക്കെ, പ്രത്യേകമായ ഇസ്മുകള് നമ്മുടെ പൂർവ്വസൂരികളൊക്കെ കിതാബുകളിൽ അവരുടെ മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ ഇന്നാലിന്ന ഇസ്മ ഇന്നാലിന്ന വിഷയത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത് ഇത്ര തവണ ചൊല്ലാവുന്നതാണ്. അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കും, നമ്മുടെ മകളുടെ വിവാഹം ശരിയാകും, വീടും പുരയിടവും സ്ഥലമൊക്കെ പെട്ടെന്ന് വിറ്റുപോകാൻ കാരണമാകും, അള്ളാഹു അതിലേക്ക് ഒരു ഫത്ഹ് നൽകും എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയ നിരവധി ഇസ്മുകളെ കുറിച്ചാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസുകൾ ചെയ്യാറുള്ളത്. ഇൻഷാ അല്ലാഹ് ഞാൻ അത്തരം വീഡിയോസുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുമുണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അതൊക്കെ എഴുതിയെടുത്തവരുമാണ്. ഇന്ന് നമ്മൾ അതുപോലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത്. അസ്മാഉൽ ഹുസ്നയുടെ റിയാളയെ കുറിച്ച് ചെറിയ രൂപത്തിൽ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട്. എങ്ങനെയാണ് റിയാള വീട്ടേണ്ടത്, എന്താണ് റിയാള വീട്ടിയാലുള്ള നേട്ടങ്ങൾ എന്താണ്, റിയാള വീട്ടിയ ആൾ അസ്മാഉൽ ഹുസ്ന ചൊല്ലുമ്പോഴുള്ള മാറ്റങ്ങളെ കുറിച്ചൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാന ഭാഗത്ത് സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് അൽ ബാത്തിൻ എന്ന് പറയുന്ന ഇസ്മ. അൽ ബാത്തിൻ, ബാത്തിൻ ബാ തോ ആണ്, തോ അൽ ബാത്തിൻ, ബാത്തിൻ ബാത്തിൻ എന്ന് പറയുന്നത്. ഇത് അള്ളാഹുവിന്റെ മറ്റൊരു അമൂല്യമായ നാമമാണ് ബാത്തിൻ എന്ന് പറയുന്ന നാമം. ഇതിന്റെ അർത്ഥം തന്നെ വരുന്നത് പരോക്ഷമായവൻ, സൃഷ്ടികളിൽ നിന്നും മറഞ്ഞവൻ എന്നൊക്കെയാണ് ഈ ഒരു പരിശുദ്ധമായ നാമത്തിന്റെ അർത്ഥം. അൽ ബാത്തിൻ എന്നുള്ളത് ലാഹിർ, ബാത്തിന് എന്നീ നാമങ്ങള്, ലാഹിർ, ബാത്തിൻ എന്നൊക്കെ പറയുന്ന ഈ ഇസ്മുകള് ഈ ഭൂമിയുടെ ഓരോ വസ്തുക്കളുടെയും, പ്രപഞ്ചത്തിലെ ഓരോ അംശത്തിന്റെയും അകത്ത്
അകത്തും പുറത്തും അടങ്ങിയിട്ടുള്ള ദിവ്യവിശേഷണങ്ങളെ വിളിച്ചോതുന്ന ഇസ്മുകളാണ് ഇതൊക്കെ. ഇവ രണ്ടും പ്രഥമ ദൃഷ്ടിയിൽ പരസ്പരം വൈരുദ്ധ്യമുള്ളതാണെന്നാണ് നമുക്ക് തോന്നുക. ലാഹിറും ബാത്തിനും നന്നായിരിക്കണം അല്ലെ, അകവും പുറവും നന്നായിരിക്കണം. ലാഹിർ എന്ന് പറഞ്ഞാല് പുറം, ബാത്തിൻ എന്ന് പറഞ്ഞാല് അകം, ഉള്ള് എന്നൊക്കെ നമ്മളിങ്ങനെ പരസ്പരം നമുക്ക് തോന്നുകയാണെങ്കിലും അഗാധമായ ഇതിന്റെ അർത്ഥതലങ്ങളിലേക്ക് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ രണ്ട് ഇസ്മുകളും പരസ്പരം പൂരകങ്ങളായ ഇസ്മുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഇസ്മിന്റെ പ്രയോഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതിന്റെ മുമ്പ് ഇതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇതെങ്ങനെയാണ് ഇതിന്റെ അർത്ഥം സംഭവിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലമുണ്ടാകും. അപ്പൊ നമുക്കിത് പ്രഥമ ദൃഷ്ടിയിൽ ഇത് ലാഹിർ, ബാത്തിന്, ഖൈറ്, ഷർറ് എന്നൊക്കെ പറയുന്ന പോലെ, രാത്രി പകൽ എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു ഓപ്പോസിറ്റ് വേർഡുകളാണെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയിൽ തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ രണ്ടും അങ്ങനെ ഓപ്പോസിറ്റ് വേർഡുകളായിട്ട് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹുവിന്റെ സത്ത അത് വ്യക്തമായതോടൊപ്പം അഗോചരവും അതീവ നിഗൂഢവുമാവാൻ കാരണം അവന്റെ സത്ത അതിതീവ്രമായി വ്യക്തമായതുകൊണ്ടാണ്. സത്തയുടെ വ്യക്തത അതിന്റെ പരോക്ഷതക്കും അതിന്റെ പ്രഭ അതിന് തന്നെയും മറയാകുന്നതിന് കാരണമായി തീരുന്നു. ഏതൊരു കാര്യവും അതിരു കവിഞ്ഞാൽ വിപരീത ഫലം അനുഭവപ്പെടുമല്ലോ. ചുരുക്കത്തിൽ അല്ലാഹു പ്രത്യക്ഷനാണെന്ന് പറഞ്ഞാൽ അവനേക്കാൾ പ്രത്യക്ഷനായ മറ്റൊന്നുമില്ല. പരോക്ഷനാണെന്ന് പറഞ്ഞാൽ അവനേക്കാൾ പരോക്ഷമായ മറ്റൊരുത്തനുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രഭനിമിത്തം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മറഞ്ഞു നിലകൊള്ളുകയും തീവ്രമായ വ്യക്തത മൂലം അവരിൽ നിന്ന് പരോക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു എന്നർത്ഥം. ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പ്രത്യക്ഷനാണോ? എന്നാൽ അവൻ ഏറ്റവും കൂടുതൽ പ്രത്യക്ഷനാണ്. അവൻ ലാഹിറാണോ? അവൻ ലാഹിറാണെന്ന് പറഞ്ഞാൽ നമ്മേക്കാളും കൂടുതൽ ലാഹിറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു നമ്മോടൊപ്പമുണ്ട്. അല്ലാഹു നമ്മുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ അല്ലാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതെന്താ അല്ലാഹുവിനെ നമുക്ക് കാണാൻ സാധിക്കാത്തത്? അല്ലാഹുവിന്റെ പ്രഭ നിമിത്തം സൃഷ്ടിജാലങ്ങളിൽ നിന്ന് മറഞ്ഞു നിലകൊള്ളുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. തീവ്രമായ വ്യക്തത മൂലം അല്ലാഹുവിനെ പരോക്ഷമായി നിലകൊള്ളുകയും ചെയ്യുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഉള്ളും പുറവുമൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകും അവയെല്ലാം ആപേക്ഷികമാണ് എന്നുള്ളത്. ഉള്ള് എന്ന് പറയുന്നത് തന്നെ അതിനേക്കാൾ കൂടുതൽ ഉൾവശത്തെ അപേക്ഷിച്ച് ബാഹ്യവശമാണ്. നമ്മളിപ്പോ ഒരു കാര്യത്തിന് ഉള്ള് എന്ന് പറയുമ്പോൾ, ഏതെങ്കിലും ഒരു ഗ്ലാസിന്റെ ഉള്ള് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ മാളത്തിന്റെ ഉള്ള് എന്ന് പറയുമ്പോൾ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഉൾഭാഗം ഉണ്ടാവും. ആ ഉൾഭാഗം അതിന്റെ കുറേയും കൂടെ ബാക്കിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബാക്കിലേക്ക് പോയിട്ടുള്ള ഉൾഭാഗത്തിനേക്കാളും പുറംഭാഗമാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഈ ഉൾഭാഗം. അപ്പൊ ഇതെല്ലാം ഒരു ആപേക്ഷികമാണ്. ഇപ്പൊ നമ്മൾ ഒരാളെ കുറിച്ച് അയാള് നല്ല വയസ്സുള്ള ആളാണെന്ന് പറയുന്നു, അയാൾക്കൊരു 70 വയസ്സാണ്. എന്നാൽ മറ്റൊരാളെ കാണുമ്പോൾ അയാൾക്ക് 95 വയസ്സാണെങ്കിൽ അപ്പോ അയാള് ഏറ്റവും കൂടുതൽ വയസ്സുള്ള ആളാണെന്ന് പറയുന്നു. അപ്പൊ ഇയാള് വയസ്സ് കുറഞ്ഞ ആളായി മാറിയല്ലേ. നമ്മളൊരു 2 കഷ്ണം വടികൾ എടുക്കുക, 2 വടികൾ എടുക്കുന്ന സമയത്ത് അതിൽ ഒരു വടി ചെറുതാണ്, മറ്റൊരു വടി കുറച്ചേക്കൂടെ വലുതാണ്. അപ്പൊ നമ്മൾ ഈ വലിയ വടിനെ കുറിച്ച് വലിയ വടി എന്നാണല്ലോ പറയാ. പിന്നീട് നമുക്കൊരു വടി കിട്ടുന്ന സമയത്ത് അത് കുറച്ചും കൂടെ വലുതാണെങ്കിൽ ഈ 2 വടികളും ചെറുതായി പോയി. അപ്പൊ ഈ വലുത്, ചെറുത്, ഉള്ള്, പുറം എന്നിങ്ങനെയൊക്കെ പറയുന്നത് പ്രത്യക്ഷമാകുക, അതേപോലെ തന്നെ പരോക്ഷമാവുക, ലാഹിർ, ബാത്തിൻ എന്നൊക്കെ പറയുന്നത് എല്ലാം ആപേക്ഷികമാണ്. പക്ഷേ ഈ ലാഹിറിലും ബാത്തിനിലൊക്കെ അങ്ങേ അറ്റമെത്തിയവർ അതിന്റെ ഏത് അർത്ഥതലങ്ങളിലേക്ക് നോക്കുമ്പോഴും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ നാമത്തിലൂടെയാണ് അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹുവിനെ ദർശനം നൽകാറുള്ളത്. അത് ഈ ബാത്തിൻ എന്ന് പറയുന്ന നാമം കൊണ്ടാണ്. സർവ്വ വസ്തുക്കളുടെയും നിലനിൽപ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആശ്രയിച്ചാണ് എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് ഈ ദർശനത്തിലൂടെ അല്ലാഹു അവന്റെ ഇഷ്ടപ്പെട്ട അടിമകൾക്ക് അല്ലാഹു കാണിച്ചു കൊടുക്കും. അതിന്റെ മാർഗം എങ്ങനെയാണ്? അല്ലാഹുവിന്റെ സത്ത കൊണ്ട് ബാത്തിൻ എന്ന ഇസ്മിലൂടെ ദാസനിൽ തജല്ലിയാകുമ്പോ അയാളുടെ പ്രത്യക്ഷങ്ങളെല്ലാം
കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ തേജസ്സിൽ മറയുന്നു. അള്ളാഹുവിന്റെ പരമസത്ത അയാളുടെ ഉൾസാരമായി തീരുകയും ചെയ്യുന്നു. അയാളാകട്ടെ പരമസത്തയുടെ പുറംചട്ടയായി പരിണമിക്കുന്നു. അള്ളാഹുവിന്റെ തേജസ്സിൽ സകലതും മായുന്നുവെന്നും സകല വസ്തുക്കളുടെയും ഉൾസാരം അള്ളാഹുവാണെന്നും അടിമയ്ക്ക് അവന്റെ സൃഷ്ടിക്ക് ബോധ്യമാക്കാനാണ് അള്ളാഹു ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോ ഈ പരിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥതലങ്ങളും അതിന്റെ ആശയങ്ങളും അതിന്റെ അഗാധമായ അടിയൊഴുക്കുകളൊക്കെ ചെറിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി. ഈ പരിശുദ്ധമായ നാമത്തിൽ റബ്ബാനിയായ നിരവധി പൊരുളുകളും സമാധാനിയായ നിരവധി രഹസ്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഒരാൾ ഇത് പതിവായി ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഹൃദയം വിശാലമാക്കുകയും അവരുടെ അന്തരാളം തേജോമയമാവുകയും ചെയ്യും. മാത്രമല്ല അയാൾ ഭയപ്പെടുന്ന സർവ്വ കാര്യങ്ങളിൽ നിന്നും രക്ഷയും നിർഭയത്വവും ശാന്തിയും സമാധാനവും കൈവരികയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഇസ്മിനെ സ്ഥിരമായി പതിവാക്കിക്കൊണ്ടിരുന്നാൽ റബ്ബാനിയായ നിരവധി പൊരുളുകള്, സമാധാനിയായ നിരവധി രഹസ്യങ്ങള്, അതിന്റെയൊക്കെ അത്ഭുതങ്ങളുടെ കലവറകൾ അവന് വെളിവാക്കപ്പെട്ടു കൊടുക്കുമെന്നുള്ളതാണ്. ഹൃദയ വിശാലത ലഭിക്കാൻ ഈ ഇസ്മ ധാരാളമായി പതിവാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹലാലായ ഏത് മുറാദുകളും നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹലാലായ നമ്മുടെ ഏത് ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ പരിശുദ്ധമായ നാമം ചൊല്ലിയാൽ മതി. അത് എത്ര തവണ ചൊല്ലണം? പലർക്കും പല രൂപത്തിലുള്ള മുറാദുകൾ ഉണ്ടാകും. ഓരോരുത്തർക്കും ഉള്ള മുറാദുകളായിരിക്കൂല മറ്റുള്ളവർക്ക് ഉണ്ടായിരിക്കുക. ഒരാൾക്ക് അയാളുടെ വിവാഹം ശരിയാകാനുള്ള ഉദ്ദേശങ്ങളായിരിക്കണമെങ്കിൽ മറ്റൊരാൾക്ക് നല്ലൊരു വീടുണ്ടാകാനായിരിക്കും. ഇയാൾക്ക് വീടൊക്കെ ആയിട്ടുണ്ടാകും. അങ്ങനെ വ്യത്യസ്തങ്ങളായ മുറാദുകളായിരിക്കും. ആ മുറാദുകള് ഹലാലായ ആവശ്യങ്ങളാണോ, ഹലാലായ ഉദ്ദേശങ്ങളാണോ, അത് പൂർത്തീകരിക്കപ്പെടാൻ ഈ പവിത്രമായ ഇസ്മ 3844 തവണ 3844 3844 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് പ്രത്യേകമായിട്ട് അവന്റെ മുറാദ് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ കാരണമാകും. അപ്പൊ അത് യാ കൂട്ടിയിട്ട് വിളിക്കുക. എങ്ങനെ? യാ ബാത്തിനു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ് എന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കുക. അപ്പൊ അള്ളാഹുവിന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അതിവിശിഷ്ടമായ യാ ബാത്തിനു യാ അല്ലാഹ്, അൽ ബാത്തിൻ എന്ന് പറയുന്ന ഈ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് 3844 തവണ അവന്റെ ആഗ്രഹങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ ഒരു അമലായി സ്വീകരിച്ച് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കും. അത് ഒറ്റയിരുത്തത്തിൽ ചെയ്യണോ? പരമാവധി വളരെ സ്പീഡ് ചെയ്യാൻ വേണ്ടി ഈ ഒറ്റയിരുത്തത്തിന് ചെയ്യണമെന്ന് വെച്ചാല് അതിങ്ങനെ പെട്ടെന്ന് ചൊല്ലി തീർക്കണമെന്നാണല്ലോ അതിനർത്ഥം. അപ്പോ നമുക്ക് കഴിയുന്ന രൂപത്തിൽ എന്തു ചെയ്യാം? പരമാവധി സ്പീഡാക്കി ചൊല്ലാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് കൂടുതൽ ഫലം ചെയ്യാം. ഒറ്റ ഇരുത്തത്തിലൊന്നും ചിലപ്പോൾ തിരക്കുകൾക്കിടയിൽ ചിലർക്ക് ചെയ്യാൻ കഴിയൂല. ഇനി അങ്ങനെ ഒറ്റ ഇരുത്തത്തിൽ ചെയ്യാൻ കഴിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലവും ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഇസ്മിനെ നിരന്തരമായി വിശ്രമമില്ലാതെ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവന്റെ ഏതേതു കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുമെന്നുള്ളതാണ്. അപ്പോ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹു വേഗം അടുപ്പിച്ചു കൊടുക്കും. മകളുടെ വിവാഹം ശരിയാകാനാണെങ്കിൽ ആ വിവാഹവുമായി ബന്ധപ്പെട്ട് ആളുകൾ വേഗം വരികയും അതിന്റെ ഏത് വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോഴും അപ്പോ വിവാഹമൊക്കെ ശരിയായി എന്നാ പിന്നെ അതിന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഭക്ഷണവുമായി ബന്ധപ്പെട്ടത്, ഓഡിറ്റോറിയത്തിലാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത്, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും പെട്ടെന്നൊരു ഫത്ഹ് ലഭിക്കുന്നതായിട്ട് അവൻ അനുഭവപ്പെടുന്നുള്ളതാണ്. ഒരാൾ
ഒരാളൊരു വീടുണ്ടാക്കുന്ന വിഷയത്തിൽ ഇത് ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ടിട്ട് സ്ഥലമില്ല, എന്നാൽ പെട്ടെന്ന് സ്ഥലം കിട്ടാനുള്ളൊരു വഴി അള്ളാഹു തുറന്നു കൊടുക്കും. പിന്നെ അതിനെ കുറ്റിയടിക്കണം, അതിനെ തറയിടണം, അതിന്റെ പണികളൊക്കെ നടക്കണം. അപ്പൊ അതിലേക്കൊക്കെ ഒരു സ്പീഡ് ഇങ്ങനെ വരുന്നത് കാണാൻ സാധിക്കും. അത് ഈ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുടെ മഹത്വമാണ്. ഞാൻ ഈ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകൾ പറയുമ്പോൾ മറ്റു ചില ഇസ്മുകളൊക്കെ ചിലപ്പോൾ കടന്നു വരും. അതെന്താണെന്ന് വെച്ചാൽ ആ ഇസ്മുകളുമായി ബന്ധപ്പെട്ട് പല അനുഭവങ്ങളും മഹാന്മാർ പറഞ്ഞത് കാരണമായിട്ട് ഇപ്പൊ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ഇസ്മ നമ്മളതിനെ കുറിച്ച് ഇടയ്ക്ക് പറയാറുണ്ട്. വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയുന്ന ഇസ്മ. അപ്പൊ ആ ഇസ്മ കൊണ്ട് അമൽ ചെയ്യുമ്പോൾ അതിന് വലിയ നേട്ടങ്ങളുണ്ട്. അപ്പോ അത് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. അതേപോലെ ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ ഫലങ്ങളുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നിരന്തരമായി വിശ്രമമില്ലാതെ യാ ബാത്തിനു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ്, യാ ബാത്തിനു യാ അല്ലാഹ് എന്ന് വളരെ ആത്മാർത്ഥമായി ചൊല്ലുകയാണെങ്കിൽ അവന്റെ ഏതേതു കാര്യങ്ങളിലും അതിലുള്ള ഓരോ ചെറിയ ചെറിയ വിഷയങ്ങളും, ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് പേപ്പർ ശരിയാവണം, അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ലീഗലി ഉള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ലഭ്യമാകണം. ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇസ്മാണ് യാ ബാത്തിൻ എന്ന് പറയുന്ന ഇസ്മ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും 300 തവണ ഇത് ഉരുക്കഴിക്കുക എന്ന് പറഞ്ഞ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 300 തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ മാസങ്ങളോളം ഒരാൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കേട്ട. മാസങ്ങളോളം ഒരാൾ 300 തവണ എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ അഗാധ സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ആണ്ടുപോയ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളടക്കം സകല രഹസ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് കാണിച്ചു കൊടുക്കുന്നുള്ളതാണ്. അപ്പൊ ഇത് എല്ലാ നിസ്കാരത്തിന് ശേഷം 300 തവണ ചൊല്ലുക എന്ന് പറഞ്ഞാല് വളരെ പെട്ടെന്ന് കഴിയേ. ഒരു തസ്ബീഹുമാല എടുത്തു നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് ചൊല്ലാൻ സാധിക്കാന്നറിയാം. സുബ്ഹാനല്ലാഹ് 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 ദിക്റ പറഞ്ഞ് യാ ബാത്തിനി യാ അല്ലാഹ്, യാ ബാത്തിനി യാ അല്ലാഹ്, യാ ബാത്തിനി യാ അല്ലാഹ്, യാ ബാത്തിനി യാ അല്ലാഹ്, യാ ബാത്തിനി യാ അല്ലാഹ് 300 തവണ ചെയ്യുന്നത് ഈ സംഖ്യ വളരെ കൂടുതലാണെന്നൊക്കെ തോന്നിപ്പോയെങ്കിലും വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ പറ്റും. അപ്പൊ 300 തവണ എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ചൊല്ലിയൊക്കെ അതിങ്ങനെ ഒരു കൗണ്ടറൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമ്മുടെ ജോലികൾക്കിടയിലും ഒക്കെ ചൊല്ലാൻ പറ്റും. ഒന്ന് ചെയ്തു നോക്കുക. മഹാന്മാർ പറയുന്നതല്ലേ, വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണമാകും. സമുദ്രങ്ങളുടെ അടിത്തട്ടിൽ ആണ്ടുപോയ പ്രപഞ്ചത്തിലെ രഹസ്യങ്ങളടക്കം സകല രഹസ്യങ്ങളും അല്ലാഹു അവന്റെ മുമ്പിൽ വെളിവാക്കി കൊടുക്കും. ഇപ്പൊ രഹസ്യങ്ങളൊക്കെ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധം എല്ലാ വിഷയങ്ങളും നമുക്ക് ഫത്ഹായി കിട്ടും. അങ്ങനെയാണ്. ഇപ്പോ നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ സ്വഭാവങ്ങളൊന്നും നമുക്കറിയൂല. അവർ മറ്റൊരു ലോകത്താണ്, മായാലോകത്താണ് അവരെങ്ങനെയാണ് പെരുമാറുന്നത്, അവർ ഡ്രഗ്സിന് അഡിക്റ്റ് ആണോ, ഇതൊന്നും നമുക്കറിയൂല. എന്തെങ്കിലും ഒരു ഉള്ളിലേക്ക് നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് അവരെ കുറിച്ചൊരു ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ മക്കൾ ഇങ്ങനെ രഹസ്യമായിട്ട് MDMA ഉപയോഗിക്കുന്നുണ്ട് എന്നറിയണമെങ്കിൽ, നമ്മുടെ മക്കൾ ഇങ്ങനെ വളരെ രഹസ്യമായിട്ട് കഞ്ചാവിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട് നമ്മൾ അറിയണമെങ്കിൽ, എന്നാൽ ഈ പോലീസൊക്കെ പിടിക്കുന്നതിന് മുമ്പ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് രഹസ്യങ്ങൾ നമുക്ക് അറിയാനൊക്കെ കാരണമാകും. അപ്പൊ ഈ ഇസ്മ നമ്മൾ സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുടെ ഒരു ഖിദ്മത്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതാണ് ഈ അസ്മാഉൽ ഹുസ്നയിലെ ചില ഇസ്മുകളുടെയൊക്കെ പ്രത്യേകത. ഇപ്പൊ പലപ്പോഴും നമ്മുടെ അടുക്കലൊക്കെ വരുന്ന കേസുകളിൽ ഹുസൈന്റെ മോൻ അങ്ങനെ ചെയ്യുന്ന ഞാൻ ഒരിക്കലും കരുതിയില്ല. പോലീസ് പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് ഇത് അറിയുന്നത്. വളരെ പ്രയാസത്തിൽ. അപ്പൊ അറിയാൻ സാധിക്കൂല. എങ്ങനെ നമ്മൾ അറിയാം? നമ്മുടെ സ്വന്തം മക്കളെ നമ്മളങ്ങനെ തെറ്റിദ്ധരിക്കാൻ കഴിയുമോ? ഞാൻ ആരെങ്കിലും നമ്മളോട് അങ്ങനെ പറഞ്ഞാൽ തന്നെ എന്റെ മോൻ അങ്ങനെ ചെയ്യുമെന്നല്ലേ പൊതുവിൽ എല്ലാവരും ചോദിക്കാം. അവരവരുടെ മക്കൾ ചെയ്യൂല, അവരവരുടെ ഭാര്യ ചെയ്യൂല, അവരവരുടെ ഹസ്ബൻഡ് അത് ചെയ്യൂല, ഇത് ചെയ്യൂല. അതൊക്കെ നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയിട്ട് ഒരു പുണ്യാളൻ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കേണ്ട കാലത്തൊന്നല്ല ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു മായാലോകത്താണ് നമ്മളുള്ളത്. അതുകൊണ്ട് സ്പിരിച്വാലിറ്റി, ആത്മീയത ഉണ്ടായിരിക്കുക, ആത്മീയമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക, ആത്മീയമായ ഒരു വെളിച്ചം നമുക്കുണ്ടായിരിക്കുക.
ഇതല്ലാതെ മറ്റൊരു മാർഗവും ഒരു വിഷയത്തിലുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇസ്മ നിങ്ങളൊന്ന് പകർത്തി നോക്കൂ. അപ്പൊ എല്ലാ രഹസ്യങ്ങളും, സകല രഹസ്യങ്ങളും അള്ളാഹു അയാൾക്ക് കാണിച്ചു കൊടുക്കും. പിന്നെ ഇതിന് മഹാന്മാരുടെ അടുക്കലൊക്കെ വലിയ വലിയ ചില ഉപാധികളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മുമ്പ് അത്തരം ഉപാധികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാന്മാർ ഇതൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മാംസമോ ജീവനുള്ളവയിൽ നിന്ന് ഉത്ഭവിച്ചതോ ആയ ഒന്നും അവർ ഭക്ഷിക്കാറില്ലായിരുന്നു. അവർ കഠിനമായ ത്യാഗത്തിലായിരിക്കും ആ സമയത്ത്. വലിയ വലിയ റിയാദകളൊക്കെ വീട്ടുന്ന മഹാന്മാരൊക്കെ അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ സ്ഥിരമായിട്ട് ഇത് ചൊല്ലി ആരെങ്കിലും ഈ നാമം നിരവധി തവണ ഉരുക്കഴിക്കുകയും ഒടുവിൽ അയാൾക്ക് ഇതിന്റെ പ്രപഞ്ചങ്ങൾ അയാളോടൊപ്പം ചേർന്ന് ദിക്റിൽ പങ്കുചേരുകയും ചെയ്താൽ പിന്നെ അയാൾ എവിടെ ചെന്നാലും ആളുകൾ അയാൾക്ക് ചുറ്റും വന്നുകൂടുകയും അയാളുടെ കൽപ്പനകൾക്കായി കാത്തിരിക്കുകയും കാണുന്നവരൊക്കെ അയാളെ അനുസരിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കായിരിക്കും ഇവന്റെ ഏതു കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ സമൂഹത്തിലൊക്കെ ജീവിക്കുന്ന പല ആളുകളെയും നമുക്കറിയാം. അവരൊക്കെ അവരുടെ ജീവിതത്തിൽ നമ്മുടെ ദൃഷ്ടിയിലൊക്കെ അവര് വളരെ നിസ്സാരന്മാരായിരിക്കും. എങ്ങനെ എല്ലാ ദിവസവും അങ്ങനെ ഒരു മഗ്‌രിബാവുമ്പോ മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് അങ്ങനെ ഒരു വയ്യാതെ ഒരു പള്ളിയിലേക്ക് പോകുന്ന പോലെയൊക്കെ തോന്നും. പക്ഷെ നമ്മുടെ മുമ്പിൽ അവരൊരു പൊട്ടന്മാരും ഒരു ഭ്രാന്തന്മാരൊക്കെ പോലെ ആയിരിക്കും. ഇയാൾക്ക് എന്താ വട്ടാണെന്നൊക്കെ വിചാരിക്കും ചില ആളുകളെ കുറിച്ച്. ഒരു കിതാബ് തന്നെയുണ്ട്, ഉഖലാഉൽ മജാനി എന്ന് പറഞ്ഞിട്ട്, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ. എന്താണ് ഈ ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞാല് ആളുകളുടെ ദൃഷ്ടിയിൽ അയാളൊരു പൊട്ടനും ഒരു ഭ്രാന്തനൊക്കെ ആയിരിക്കും. യഥാർത്ഥത്തിൽ അവർ ബുദ്ധിമാന്മാരാണ്. എങ്ങനെ ബുദ്ധിമാന്മാരാണ്? ഇവരിവിടെ ഷോപ്പിലും കടകളിലും അങ്ങാടിയിലും പീടികക്കൊലായിലൊക്കെ മൊബൈലിലും കളിച്ച് ഇങ്ങനെ ലാവിഷായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോ ആ സമയത്തായിരിക്കും ഒരു 6:10 6:20 ആയിട്ടുണ്ടാകും. അപ്പൊ ആ സമയത്ത് കുറച്ച് ചെറുപ്പക്കാരും ആളുകളൊക്കെ കൂടിയിട്ട് തലയിൽ തൊപ്പിയൊക്കെ ധരിച്ച് നെരിയാണിന്റെ മുകളിലേക്ക് പാന്റും തുണിയൊക്കെ കയറ്റി തലപ്പാവൊക്കെ ധരിച്ച് വെള്ള വസ്ത്രമൊക്കെ ഇട്ട് പള്ളിയിലേക്ക് തസ്ബീഹിന് വേണ്ടിയിട്ട് വാങ്ങിക്കൊടുക്കുന്നതിന് മുമ്പ് 10 മിനിറ്റ് തസ്ബീഹ് എല്ലാം വേണ്ടിയിട്ട് മുതഅല്ലിമീങ്ങൾ പള്ളിയിൽ നിന്ന് ചൊല്ലുന്നുണ്ടാവും. അവരൊപ്പം കൂടെ തസ്ബീഹ് എല്ലാം പോകുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ കോലായിരിക്കുന്ന ഈ പുതിയ കാലത്ത് പിള്ളേരൊക്കെ ഇവരെ കാണുമ്പോ അയ്യേ എന്ത് പൊട്ടന്മാരല്ലേ, ഇവർക്കൊന്നും ലോകം തിരിയൂല എന്നൊക്കെ പറഞ്ഞ് ഭ്രാന്തന്മാരൊക്കെ ആക്കിയിട്ട് മുദ്ര കുത്തുന്ന ചില വിഭാഗം ആളുകളൊക്കെ ഉണ്ട്. അവരൊന്നും യഥാർത്ഥത്തിൽ പൊട്ടന്മാരോ ബുദ്ധിയില്ലാത്തവന്മാരോ ശൂന്യന്മാരോ ഒന്നുമല്ല. അവരെ കുറിച്ചാണ് ആ മഹാന്മാരൊക്കെ പറഞ്ഞത് ഉഖലാഉൽ മജാനി, ബുദ്ധിയുള്ള ഭ്രാന്തന്മാർ. ആളുകൾ അവരെ ഭ്രാന്തനാ വിളിക്കുക, പക്ഷെ അവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാര്. അവർ പരലോകത്തേക്ക് ഉണ്ടാക്കി വെക്കാൻ വേണ്ടി പോവുകയാണെന്നല്ല. അങ്ങനെയുള്ള ബുദ്ധിമാന്മാരായിട്ടാണ് നമ്മളൊക്കെ മാറേണ്ടത്, അല്ലേ? ആ രൂപത്തിലാണ് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ യഥാർത്ഥ ബുദ്ധിമാന്മാരായി മാറുക, അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട്. അപ്പൊ അവരുടെ ജീവിതത്തിലൊക്കെ ഒരു സന്തോഷം ഉണ്ടാകും. അവര് ഒരു 10 മിനിറ്റ് പള്ളിയിൽ പോയിട്ട് ഒരു 100 തസ്ബീഹ് ചെല്ലുമ്പോ, അല്ലെങ്കിൽ ഒരു 10-50 തസ്ബീഹ് ചെല്ലുമ്പോ, ഇശാ നിസ്കാരം മഗ്‌രിബ് നിസ്കാരമൊക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുമ്പോൾ, ഹദ്ദാദിൽ പങ്കെടുക്കുമ്പോൾ വലിയൊരു ആത്മീയ അനുഭൂതിയായിരിക്കും. ഇപ്പൊ നമ്മൾക്കൊക്കെ അറിയാം, നമ്മുടെ പള്ളികളിലൊക്കെ ഹദ്ദാദിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഹദ്ദാദൊന്നും ചൊല്ലാൻ കൂടുതൽ ആളുകളൊന്നും ഉണ്ടാവില്ല. പ്രായമുള്ള കുറച്ച് ആളുകൾ ഉണ്ടാകും. പിന്നെ ചെറുപ്പക്കാരിൽ തന്നെ നല്ല കുറച്ചൊക്കെ ബോധമുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും. അവരൊക്കെ പള്ളിയിൽ ഹദ്ദാദെല്ലാനൊക്കെ ഇരിക്കും. അപ്പോ അതൊക്കെ ആഖിറത്തിലേക്ക് ഉണ്ടാക്കുന്നതാണ് സാദ് എന്ന് പറഞ്ഞാല് ഈ മറ്റേ യാത്രക്കാര് അവരുടെ യാത്രയിലുടനീളം കഴിക്കാനുള്ള ഭക്ഷണങ്ങളൊക്കെ കോളുകളൊക്കെ ഉണ്ടാക്കി അതിനാണ് സാദ് എന്ന് പറയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഹിറാ ഗുഹയില് ഇങ്ങനെ ആദ്യകാലങ്ങളിലൊക്കെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ അരാജകത്വത്തിലും പെണ്ണിലും കള്ളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്തോ പറഞ്ഞാലും എനിക്കാസ്വദിക്കണം മുന്തിരി ചാറ് പോലുള്ളൊരു ജീവിതം എന്ന് പറഞ്ഞ അറേബ്യയിലെ ആ ജാഹിലിയ കാലഘട്ടത്തിൽ മുത്തുനബി തങ്ങൾക്ക് എന്തൊന്നില്ലാത്തൊരു അസ്വസ്ഥത. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഹിറാ ഗുഹയിൽ ഇങ്ങനെ പോകും. അവിടെ പോകുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സാദായിട്ടാ പോവുക. സാദ് എന്ന് പറഞ്ഞാല് 2-3 ദിവസമൊക്കെ ഹിറാ ഗുഹയിൽ ഇങ്ങനെ നിൽക്കും. അപ്പൊ അന്ന് പ്രത്യേക ഇബാദത്തൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഇബാദത്തൊന്നും ഇല്ല. അങ്ങനെ ഫസ്റ്റ് ആ വഹയ്യൊക്കെ എത്തുന്ന സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ ഹിറാ ഗുഹയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഹിറാ ഗുഹയിൽ നിന്ന് ഡയറക്റ്റ് നോക്കിയാല് കഅബ ഇങ്ങനെ കാണാം. അപ്പൊ കഅബയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് നബി തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്.
അതേപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഫിക്കർ, ഇങ്ങനെ ഏകാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പൊ 2-3 ദിവസമൊക്കെ അങ്ങനെ പോകും. നമുക്കറിയാം ചരിത്രം. അങ്ങനെ പോകുമ്പോൾ മുത്തുനബി തങ്ങൾ പരലോകത്തേക്ക് ആ യാത്രയിൽ ആ ഗുഹയിലിരിക്കുന്ന സമയത്തുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ സാദ്, അതിനാ സാദ് എന്ന് പറയാം, ഉണ്ടാക്കിക്കൊണ്ടു. അങ്ങനെയാണല്ലോ അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വരികയും ഓതാൻ വേണ്ടി പറയുകയും ഓതാൻ അറിയൂല എന്ന് പറയുകയും അങ്ങനെ നബി തങ്ങളെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ഹഗ് ചെയ്തു, കെട്ടിപ്പിടിച്ചു. 3 തവണ അങ്ങനെ ചെയ്തു. പിന്നെ നബി തങ്ങളെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ ബിസ്മി എന്ന് പറയുന്ന ആ ഭാഗങ്ങളിലെ ആയത്തുകൾ ഓതുകയൊക്കെ ചെയ്തു. നമുക്കറിയാം ചരിത്രം. അങ്ങനെ മുത്തുനബി തങ്ങൾ നേരെ തിരിച്ചു വരികയാണ്. തിരിച്ച് വന്ന് അവിടെ എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വല്ലാത്തൊരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായപ്പോൾ ജമ്മിലൂനി എന്ന് പറഞ്ഞ അനുഭവമൊക്കെ, ആ ചരിത്രമൊക്കെ നമുക്കറിയാലോ, ഹദീസിലുള്ളതല്ലേ. അപ്പൊ സാദ്, പരലോകത്തേക്കുള്ള സാദ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നന്നായിട്ട് അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിക്കണം. അപ്പൊ ബാത്തിൻ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഇസ്മാണത്. അപ്പൊ തൗഹീദുകാരുടെ രഹസ്യ കലവറയാണ് യഥാർത്ഥത്തിലെ ഈ ഒരു ഇസ്മ. കശ്ഫും മാരിഫത്തും ഉണ്ടായി തീരാൻ ആഗ്രഹിക്കുന്നവർ ഇതിന്റെ അക്ഷരസംഖ്യ അനുസരിച്ച് ഒരു പളുങ്ക് പാത്രത്തിൽ ഇത് എഴുതുക. എന്നിട്ട് അങ്ങനെ എഴുതിയിട്ട് ആ ഇസ്മ കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ ഈ ഒരു ഇസ്മ 3844 തവണ ചൊല്ലുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും 300 തവണ ചൊല്ലുക. അതൊക്കെ നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കപ്പെടാൻ കാരണമാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ഇസ്മിന്റെ അദദ് എന്ന് പറയുന്നത് ബാ എന്ന് പറഞ്ഞ 2, അലിഫ് എന്ന് പറഞ്ഞാൽ 1, 2 1 3, തോ എന്ന് പറയുമ്പോ അത് 9 ആണ്. തോ, നൂൻ എന്ന് പറയുമ്പോ 50. അപ്പൊ അങ്ങനെ ആകെ 2 3 2 1 3 3 9 12 12 50 62. അപ്പൊ 62 ഇതിന്റെ ആദത്, ബാത്തിൻ എന്ന് പറയുന്നതിന്റെ ആദത്. അപ്പോ ഇത് ദിക്റാക്കി ചൊല്ലുമ്പോ ഇതിന്റെ ഹാദിം വന്നിട്ട് നമ്മുടെ കാര്യങ്ങള്, ആ മലക്ക് വന്നിട്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിച്ചു തരാൻ വേണ്ടിയിട്ട് ഖിദ്മത്ത് ചെയ്യാനൊക്കെ കാരണമാകും. ഓരോ ഇസ്മിനും ഓരോ കളങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളതൊന്നും ഇവിടെ വിശദീകരിക്കലില്ല. ഓരോ ഇസ്മിന്റെയും ഓരോ ദുആകളൊക്കെ ഉണ്ട്. അതൊക്കെ എഴുതേണ്ടി വരും. എഴുതാതെ ആർക്കും തിരിയൂല. അതുകൊണ്ടാണ് നമ്മളത് ഇതിൽ പറയാത്തത്. ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് മറ്റേതെങ്കിലും സമയത്തോ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അതുണർത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയ രക്ഷ നൽകട്ടെ. നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന അമല് കാരണമായിട്ട്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കാരണമായിട്ട് നമുക്ക് അല്ലാഹു വലിയ സമാധാനവും സന്തോഷമൊക്കെ നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയുടെ റിയാളയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റൊരു ദിവസം പറയാം. ഇപ്പൊ നമ്മൾ ആ ഹിറാ ഗുഹയിലേക്കൊക്കെ അങ്ങ് പോയപ്പോ സമയം അങ്ങനെ നഷ്ടപ്പെട്ടു പോയി. അല്ലാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.